നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. നിറയെ വാർത്തകളുണ്ട് എങ്കിലും ഇന്ന് നമ്മൾ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ അധികാരം നൽകുന്ന ബില്ലിന്നിപ്പോൾ നിയമസഭയിൽ വരികയാണ്. അതിൽ എന്ത് നടപടികൾ ഉണ്ടാകും, സഭ പാസ്സാക്കുന്നത് എങ്ങനെയായിരിക്കും, പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എങ്ങനെയായിരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. വലിയ വെല്ലുവിളിയാണ്. കേന്ദ്ര അനുമതി വാങ്ങേണ്ടതാണ് അത്തരം കടമകൾ ബാക്കി നിൽക്കെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം വലിയ രീതിയിലാണ് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ജനതയെ ബാധിക്കുന്നത്. വൈദ്യുത ഫെൻസിംഗ് അടക്കമുള്ള ഒരുപാട് നടപടികൾ സ്വീകരിച്ചിട്ടും മനുഷ്യജീവൻ പൊലിയുന്നത് തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഇപ്പോൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഈ ബില്ല് ഏറെ നിർണായകമാണ്. വിശദമായ റിപ്പോർട്ടുകളൊക്കെയുണ്ട്. ആദ്യം തലക്കെട്ടുകളാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അപകടകാരികളായ വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ അധികാരം നൽകുന്ന ബില്ല് ഇന്ന് നിയമസഭയിൽ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അതിവേഗം ഉത്തരവിടാം. സഭ പാസാക്കിയാലും രാഷ്ട്രപതിയുടെ അനുമതി വേണം. പ്രതിപക്ഷ MLA-മാരുടെ സഭാ കവാടത്തിലെ സത്യാഗ്രഹം തുടരുന്നു. വോട്ടുമോഷണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ രാഹുൽ ഗാന്ധി. AICC ആസ്ഥാനത്ത് രാവിലെ 10 മണിക്ക് വാർത്താ സമ്മേളനം. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലെ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് സൂചന. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU പീഡനക്കേസിൽ ആരോപണ വിധേയരെ സർവീസിൽ തിരിച്ചെടുത്തതിൽ പ്രതിഷേധം ശക്തം. വീണ്ടും സമരത്തിനിറങ്ങാൻ അതിജീവിത. പ്രിൻസിപ്പാളിന്റെ ഓഫീസിന് മുന്നിൽ സമരം നടത്തും. തിരിച്ചെടുത്തത് കോടതി നിർദ്ദേശപ്രകാരമെന്ന് ആശുപത്രി അധികൃതർ. സർക്കാർ സംഘടിപ്പിക്കുന്ന ബ്ലൂ ഇക്കണോമി കോൺക്ലേവിനെതിരെ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളി സംഘടനകൾ. അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മത്സ്യബന്ധന മേഖലയിൽ സർക്കാർ കോടികൾ ചെലവഴിക്കുന്നുവെന്ന ആക്ഷേപം. കോൺക്ലേവ് നടക്കുന്നത് ഇന്നും നാളെയുമായി. കാസർഗോഡ് മലപ്പച്ചേരിയിൽ രോഗബാധിതരായ നിർധന കുടുംബത്തിന് കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണി. ഏലിയാമ്മ തോമസിന്റെ കുടുംബത്തിന് ലഭിച്ച നിർദ്ദേശം ഈ മാസം 22-നകം വീട്ടിൽ നിന്ന് താമസം മാറ്റാൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വരാം. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ അധികാരം നൽകുന്ന ബിൽ ഇന്ന് നിയമസഭയിൽ ചർച്ചയ്ക്ക് വരും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അതിവേഗത്തിൽ വെടിവെച്ച് കൊല്ലാൻ, വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാനാകുന്ന ഒരു ബില്ലാണ് സഭ ചർച്ച ചെയ്യുന്നത്. സഭ പാസ്സാക്കുന്ന ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം വേണം. ലോക്കപ്പ് മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട UDF MLA-മാരുടെ സത്യാഗ്രഹം സഭാ കവാടത്തിൽ തുടരുകയും ചെയ്യുകയാണ്. അൺഫിലിഡ് ഡിസൂസ ചേരുകയാണ് നിയമസഭയിൽ നിന്നുള്ള വിവരങ്ങളുമായി. അൺഫിലിഡ്, ഒരുപക്ഷേ അങ്ങേയറ്റം മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഒരു ബില്ലാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ ചർച്ചയ്ക്ക് വരുന്നത്. മനുഷ്യ ജീവന് അപകടകരമാകുന്ന രീതിയിൽ വന്യജീവികൾ വരികയാണെങ്കിൽ അതിനെ വൈൽഡ് ലൈഫ് വാർഡൻ അതിവേഗത്തിൽ വെടിവെച്ച് കൊല്ലാമെന്ന ഉത്തരവിടാനുള്ള ബില്ല്. പക്ഷേ കടമ്പകൾ ഇനിയും ഏറെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രപതിയുടെ പെർമിഷൻ അടക്കം ആവശ്യമാണ്. പ്രതിപക്ഷത്തിൻ്റെ ബില്ലിലെ നിലപാട് എന്താകുമെന്നതും അങ്ങേയറ്റം ശ്രദ്ധേയമാണ്. തീർച്ചയായും സ്വപ്ന, ഏറ്റവും അധികം മലയോര കർഷക ജനങ്ങൾക്ക് ആശങ്കയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയമാണ്. അതിലൊരു ആശ്വാസം, ഏറെക്കുറെ ആശ്വാസം നൽകുന്ന ഒരു നീക്കം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് സർക്കാർ ഇത് നിയമ ഭേദഗതിക്ക് ഒരുങ്ങുന്നത്. അതായത് ഏറ്റവും അപകടകാരികളായ വന്യജീവികൾ മനുഷ്യ വാസസ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, ജനവാസ മേഖലയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അതിനെ അതിവേഗത്തിൽ തന്നെ വെടിവെച്ചു കൊല്ലാനുള്ള ഒരു നിയമം, അതൊരു അധികാരം ആ അധികാരിക്ക് നൽകുന്നു. അങ്ങനെ ഒരു നിയമം ഇല്ലാതിരുന്നതാണ് ഇത്രയും നാളും ഈ വന്യജീവി ആക്രമണം തടയാൻ സർക്കാരിന്റെ കൈവശം ഒരു നിയമ തടസ്സം എന്നതായിരുന്നു ഇത്രയും നാള് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയതും. ആ വാദമാണ് സർക്കാർ എല്ലായിടങ്ങളിലും നിരത്തിക്കൊണ്ടേയിരുന്നത്. എന്നാൽ കേന്ദ്ര നിയമമാണ് ഇതിന്റെ തടസ്സം. കേന്ദ്ര നിയമത്തെ ഒന്നും ചെയ്യാനാവുകയില്ല. പല വട്ടം തന്നെ ഈ നിയമ പോരാട്ടം നടത്തി. അതല്ലാതെയും കേന്ദ്രത്തെ സമീപിക്കുകയും കത്ത് മുഖാന്തരവും അല്ലാതെ ഇവിടുന്ന് പ്രതിനിധി സംഘവുമൊക്കെ കേന്ദ്രത്തെ പല തവണ ഈ ഒരു വിഷയം ഉയർത്തി സമീപിച്ചെങ്കിലും
കേന്ദ്ര നിയമം, അതായത് 1972 നിലനിൽക്കുന്ന വന്യജീവി സംരക്ഷണ നിയമം, കേന്ദ്ര നിയമമാണ്. ആ നിയമത്തിന്റെ ഭേദഗതി ചെയ്യുക എന്ന് പറയുന്നതും സങ്കീർണമായ ഒരു കടമ്പ തന്നെയാണ്. അവിടെ തൊടാൻ സർക്കാരിന് കഴിയാതെ വന്നു. എന്നാൽ ആ നിയമമാണ് ഇപ്പോൾ സർക്കാർ നിയമസഭയിലൂടെ ചർച്ച ചെയ്തൊരു ബില്ലാക്കി പാസാക്കാൻ തയ്യാറെടുക്കുന്നത്. അതായത് മനുഷ്യ വന്യവാസ സ്ഥലങ്ങളിലേക്ക്, ജനവാസ മേഖലയിലേക്ക് അപകടകാരികളായ മൃഗങ്ങൾ, വന്യജീവികൾ കടക്കുകയാണെങ്കിൽ അതിനെ ഒട്ടും അമാന്തിക്കാതെ അതിവേഗത്തിൽ തന്നെ വെടിവെച്ചു കൊല്ലാനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്നതാണ് ഈ ബില്ല്. ഇത് കേന്ദ്ര സംരക്ഷണ നിയമത്തിൽപ്പെടുന്ന ബില്ലായതിനാൽ ഇതിലൊരു ഭേദഗതി വരുത്തുമ്പോൾ ഉറപ്പായും കേന്ദ്രത്തിന്റെ അനുവാദം, അതായത് സംസ്ഥാന സർക്കാർ അതിൽ ഭേദഗതി വരുത്തുന്നു. അതായത് നിയമസഭ പാസാക്കിയാൽ പോലും അതിൽ രാഷ്ട്രപതി അന്തിമമായി ഒപ്പിടണം. ഒപ്പിട്ടാൽ മാത്രമേ അത് നിയമമാവുകയുള്ളൂ. പക്ഷേ കേന്ദ്രം അതിൽ എത്രത്തോളം ഒപ്പിടും എന്നുള്ള കാര്യം മറ്റൊരു ചോദ്യമാണ്. പക്ഷേ ഇവിടെ സർക്കാർ കഴിഞ്ഞ ആഴ്ച അടിയന്തരമായി ഒരു മന്ത്രിസഭാ യോഗം ചേർന്നാണ് ഇത് നിയമസഭയിൽ, അതായത് ഇപ്പോൾ ചേർന്ന ഈ നിയമസഭയിൽ തന്നെ ഇത് ബില്ലായി അവതരിപ്പിക്കാൻ, സഭയുടെ അംഗീകാരം നേടാനായി സർക്കാർ അടിയന്തരമായി തീരുമാനമെടുത്തത്. അതോടൊപ്പം തന്നെയും അപകടകാരികളായ കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുകയും കൂടി ചെയ്യുന്നു. ക്ഷുദ്രജീവികളായ കാട്ടുപന്നികളെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനെയും മറ്റൊരു നിയമ ഭേദഗതിയിലൂടെ തന്നെയും അതിനെയും വെടിവെച്ചു കൊല്ലാനുള്ള ഒരു അധികാരം ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകുന്നതാണ് ഈ നിയമത്തിന്റെ ഭേദഗതി. അതേസമയം ഈ നിയമ ഭേദഗതി ഇവിടെ നിയമസഭയിൽ കൊണ്ടുവരുമ്പോൾ ഉറപ്പാണ് പ്രതിപക്ഷം ഇത് സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തുന്ന ഒരു നടപടിയായി മാത്രമേ പ്രതിപക്ഷം ഇതിനെ ഉയർത്തിക്കാട്ടുകയുള്ളൂ. കാരണം ഇത് കേന്ദ്ര നിയമത്തിന്റെ സംരക്ഷണയിൽ വരുന്ന നിയമത്തെ ഭേദഗതി ചെയ്യുമ്പോൾ ഉറപ്പായും കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം, അതായത് രാഷ്ട്രപതിയുടെ ഒപ്പിടൽ വേണം. പക്ഷേ അതേസമയം സർക്കാരിന് ഇപ്പോൾ ഈ മലയോര കർഷകർ, സർക്കാർ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലായി നിന്നത് ഈ വന്യജീവി ആക്രമണം തടയാൻ സംസ്ഥാന സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ഏറ്റവും, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ കാലുകുത്തിയ നിമിഷം മുതൽ തന്നെയും വലിയ രീതിയിലാണ് ഈ മലയോര കർഷക മേഖലയിലൊക്കെ തന്നെയും വന്യജീവി, വയനാട്ടിലൊക്കെ നമുക്കറിയാം ഈ ആഴ്ചകൾ അനുസരിച്ച് അല്ലെങ്കിൽ ദിനം പ്രതിയായിരുന്നു കാട്ടുജീവികളുടെ ആക്രമണത്തിൽ മനുഷ്യജീവൻ പൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ കണക്കുകൾ പരിശോധിച്ചാൽ പോലും കഴിഞ്ഞ 8 വർഷത്തിനിടെ സംസ്ഥാനത്ത് 180 ജീവനുകളാണ് വന്യജീവി ആക്രമണം, വിവിധ ആക്രമണങ്ങളിലായി പൊരിഞ്ഞത്. ഈ കണക്കുകളൊക്കെ സർക്കാരിന്റെ മുമ്പിലുണ്ട്, ജനങ്ങളുടെ മുമ്പിലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മലയോര കർഷക മേഖലയിൽ നിന്ന് വലിയ രീതിയിലുള്ള എതിർവികാരമാണ് സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ആ മലയോര കർഷക ജനങ്ങളെ ഒപ്പം നിർത്താനുള്ള ഒരു തന്ത്രമായാണ് പ്രതിപക്ഷം ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ ഇത് ചർച്ചയ്ക്ക് വരുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ഇതുമായി യോജിക്കാൻ സാധ്യതയില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, കാരണം ഇത് എത്ര കണ്ട് നിയമസഭ പാസാക്കിയാൽ പോലും ഇതിനൊരു അന്തിമ അംഗീകാരം നൽകി അല്ലെങ്കിൽ ഇതൊരു നിയമമായി മാറണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുവാദം വേണം, രാഷ്ട്രപതി ഒപ്പിടണം. നിലവിൽ തന്നെ കേന്ദ്ര നിയമ ചട്ടപ്രകാരം ഏറ്റവും വലിയ വെല്ലുവിളി ഈ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം സൂചിപ്പിക്കുന്നത് പോലെ കേന്ദ്രത്തിന്റെ അനുമതി, രാഷ്ട്രപതിയുടെ ഒപ്പടക്കം വേണ്ട കാര്യങ്ങളാണ്, വിഷയമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ മലയോര, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിലെ ജനതയുടെ കണ്ണിൽ പൊടിയിടാൻ അല്ലെങ്കിൽ ആ വോട്ട് ബാങ്കൊക്കെ കേന്ദ്രീകരിച്ചുള്ള സർക്കാരിൻ്റെ ഒരു നീക്കം തന്നെ അവർ വിശദീകരിക്കുന്നു. മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ UDF MLA-മാരുടെ സത്യാഗ്രഹം സഭാ കവാടത്തിൽ ഇപ്പോഴും തുടരുകയാണല്ലോ, ഈ ലോകമർദ്ദനം പ്രതികളെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട്. ഇന്നിപ്പോൾ 3-ാം ദിവസം. തീർച്ചയായും കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മർദ്ദനത്തിൽ പ്രതികളായിരിക്കുന്ന 5 പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് സേനയിൽ നിന്ന് മാറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥനാണ്. 4 പോലീസുകാർ ഇപ്പോഴും പോലീസ് സേനയിൽ തന്നെയുണ്ട്. അവർ ഇപ്പോൾ നിലവിൽ സസ്പെൻഷനിലാണെങ്കിൽ പോലും ആ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ സസ്പെൻഷനിലാണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത് ആദ്യ ദിവസം അടിയന്തരപരമായ വിഷയം കൊണ്ടുവന്നപ്പോൾ പോലും ചർച്ചയ്ക്കെടുത്ത് സർക്കാർ, ആ ചർച്ചയിലുടനീളം പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് അത് തന്നെയാണ്. ആ സർക്കാർ ആവശ്യം അംഗീകരിക്കുന്നതുവരെ ഈ കുറ്റവാളികളായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ സഭയ്ക്ക് അകത്തും പുറത്തും പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് സഭാ കവാടത്തിൽ ഇതിപ്പോൾ 3-ാമത്തെ ദിവസമാണ് പ്രതിപക്ഷ MLA-മാർ, UDF-ൽ നിന്നുള്ള 2 MLA-മാരാണ് AK Mashrafും സനീഷ് കുമാർ ജോസഫുമാണ് സത്യാഗ്രഹം സമരം ഇരിക്കുന്നത്. ഈ സത്യാഗ്രഹ സമരം ഇരിക്കുമ്പോൾ ഇത് സർക്കാർ കൃത്യമായ നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാക്കണം. അതിനപ്പുറം സർവീസിൽ നിന്ന് പിരിച്ചുവിടുക, അതിനപ്പുറത്തേക്ക് മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അത് ആ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് പ്രതിപക്ഷം ഉണ്ടാകുന്നത്. ശക്തമായ പ്രക്ഷോഭം സഭ കഴിഞ്ഞാൽ പോലും സഭയ്ക്ക് പുറത്തും ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് പ്രതിപക്ഷം നൽകിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രതിപക്ഷ MLA-മാരുടെ സത്യാഗ്രഹം തുടരുകൂടി ചെയ്യുകയാണ്. ഇത് അതോടൊപ്പം തന്നെ ഇന്ന് KSU ലോക്കപ്പ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച്
നിശ്ചയിച്ചുകൊണ്ടത് KSU നിയമസഭയിലേക്ക് KSUവിന്റെ മാർച്ചും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു 10 മണിയോടുകൂടിയാണ് മാർച്ച് പറഞ്ഞിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ അത് പ്രക്ഷോഭമാകാനുള്ള, സംഘർഷമാകാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. സ്വപ്ന, തീർച്ചയായും പോലീസിൻ്റെ കസ്റ്റഡി മർദ്ദനത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ പാലക്കാടടക്കം കണ്ടതാണ്. അൺഫിലിറ്റ്, മറ്റൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി സജീവമായി നിൽക്കുന്ന വാർത്തയാണ്, പക്ഷേ സാധാരണക്കാരെ ഏറെ ആശങ്കപ്പെടുന്ന വാർത്തയാണ്. നമ്മുടെ സർക്കാർ ആശുപത്രികളിലെ ഉപകരണ ക്ഷാമത്തിന്, പ്രത്യേകിച്ച് ഹൃദയ ശസ്ത്രക്രിയ അടക്കമുള്ള വേണ്ട ആവശ്യത്തിനുള്ള ഉപകരണങ്ങളടക്കമുള്ള അതിലുള്ളൊരു ക്ഷാമം, അതിൻ്റെ ഒരു താൽക്കാലിക പരിഹാരമായിരിക്കുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നു. പക്ഷേ ഈ വിതരണ കമ്പനികൾ കഴിഞ്ഞ ദിവസം ഒരു കോംപ്രമൈസിൽ എത്തിയിരുന്നില്ല. ഈ കുടിശ്ശിക മുഴുവൻ തന്നു തീർക്കണമെന്ന നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നിപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. പകുതിയോളം കുടിശ്ശിക തീർക്കാം, അങ്ങനെയൊരു കോംപ്രമൈസിലാണോ ഇപ്പോൾ എത്തി നിൽക്കുന്നത്? തീർച്ചയായും സ്വപ്ന, ആരോഗ്യവകുപ്പിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ, ആളുകൾ പ്രതിക്കൂട്ടിലാക്കിയ ഒരു വിഷയമാണ് മെഡിക്കൽ കോളേജുകളിൽ, പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ ഉപകരണങ്ങളുടെ ക്ഷാമം. പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡോക്ടർ ഹാരിസ് ഇറക്കിന്റെ വെളിപ്പെടുത്തലൊക്കെ വലിയ രീതിയിലുള്ള കൊള്ളക്കമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ആ വെളിപ്പെടുത്തലുകളൊക്കെ ശരിവെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് കാർഡിയോളജി വിഭാഗം, അതായത് ഹൃദ്രോഗ വിഭാഗത്തിലെ മേധാവി ആശുപത്രി സൂപ്രണ്ടിന് കത്ത് നൽകിയിരുന്നു. ഹൃദ്രോഗ ശസ്ത്രക്രിയകൾ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്, ആ ഉപകരണങ്ങൾക്ക് നല്ല രീതിയിലാണ് ക്ഷാമം നേരിടുന്നത്, അതുകൊണ്ട് തന്നെ വിതരണക്കാർ ഇനി നിർത്തിവെക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ സ്റ്റെന്റുകൾ, അത് പ്രധാന ഉപകരണമായ സ്റ്റെന്റുകൾക്ക് ക്ഷാമമില്ല, പക്ഷേ അനുബന്ധ ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ട്. അത് എത്രയും വേഗം പരിഹരിക്കണം, അല്ലെങ്കിൽ ശസ്ത്രക്രിയകൾ ഉടൻ തന്നെ മുടങ്ങുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയായിരുന്നു വകുപ്പ് മേധാവി സൂപ്രണ്ടിന് കത്ത് നൽകിയത്. ആ കത്ത് ലഭിച്ച ഉടൻ തന്നെയും ആരോഗ്യവകുപ്പ് അടിയന്തരമായി നീക്കം നടത്തി. അതിന്റെ ഭാഗമായാണ് ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വിതരണക്കാരുമായി ആശുപത്രി സൂപ്രണ്ട് ചർച്ച നടത്തിയിരുന്നു. പക്ഷേ സംസ്ഥാനത്ത് നമുക്കറിയാം പ്രധാനപ്പെട്ട 21 സർക്കാർ ആശുപത്രികൾ നോക്കുകയാണെങ്കിൽ ആ 21 ആശുപത്രികൾ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഏകദേശം 150 കോടിയിലധികം രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ വിതരണക്കാർക്ക് നൽകാനുള്ളത്. ഇതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം 29 കോടി രൂപ കുടിശ്ശികയായി വിതരണക്കാർക്ക് ലഭിക്കാനുണ്ട്. ഈ ഒരു വിഷയത്തിലാണ് ഇന്നലെ അടിയന്തരമായി ആശുപത്രി സൂപ്രണ്ട് ഈ മരുന്ന് വിതരണ കമ്പനിക്കാരുടെ, ഉപകരണ വിതരണ കമ്പനിക്കാരുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തി. ആ ചർച്ചയിൽ ഈ മുഴുവൻ തുകയും നൽകാനായില്ലെങ്കിൽ ഭാഗികമായി തുക നൽകാമെന്ന് ഉറപ്പ് നൽകി. ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉപകരണ വിതരണ കമ്പനിക്കാർ ഇപ്പോൾ സഹകരിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ സ്റ്റേറ്റ് ആരോഗ്യ മിഷൻ 100 കോടി രൂപ അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ അനുവദിച്ചിട്ടുമുണ്ട്. ഈ ആശുപത്രികൾക്ക് 100 കോടി രൂപ. അതോടൊപ്പം കാരുണ്യ ചികിത്സാ ഫണ്ടിന്റെ കുടിശ്ശികയുമായി ധനവകുപ്പും കുടിശ്ശിക തുക അനുവദിച്ചിട്ടുണ്ട്. ഈ തുകകളൊക്കെ സമാഹരിച്ച് ഒരുപക്ഷെ ഈ പ്രശ്നം പരിഹരിക്കാൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് നീക്കം നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് കുടിശ്ശിക ഭാഗികമായി ഉടൻ തന്നെ തന്നു തീർക്കാമെന്ന ഉറപ്പ് വിതരണക്കാരുടെ കമ്പനിക്ക് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇപ്പോൾ സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ താൽക്കാലികമായി ഈ മരുന്ന് കമ്പനി ഉപകരണക്ഷാമത്തിന് ഒരു പരിഹാരമാകുന്നത് അപ്പോഴും താൽക്കാലിക പരിഹാരം മാത്രമാണ്. കാരണം കുടിശ്ശിക മുഴുവൻ താൽക്കാലികമായ ഒരു പരിഹാരം അതുമാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ചേർത്ത് വായിക്കുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി കടക്കുകയാണ്. ഈ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഒരു ഇടപാടിലെ ദുരൂഹതയാണ് സംഭവം. ഈ കുറഞ്ഞ വിലയ്ക്ക് ടെൻഡർ കോട്ട് ചെയ്ത കമ്പനിയിൽ നിന്ന് ഗ്ലൗസ് വാങ്ങാത്ത കോർപ്പറേഷന്റെ ഇടപാട് തന്നെയാണ്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടതിനെ തുടർന്നാണ് കൂടുതൽ തുക കോട്ട് ചെയ്ത കമ്പനികളുമായി KMSC കരാറുണ്ടാക്കിയതെന്നാണ് ഉയർന്നുവരുന്ന ആക്ഷേപം. ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്തത് കൊണ്ടാണ് മറ്റ് കമ്പനികളെ ഒഴിവാക്കിയതെന്നാണ് KMSC നൽകുന്ന വിശദീകരണം. 10 കോടി രൂപയുടെ ഗ്ലൗസ് ഇടപാടിൽ നിന്നാണ് തുക കുറച്ചു ക്വാട്ട് ചെയ്ത കമ്പനിയെ KMSC ഒഴിവാക്കിയത്. എക്സാമിനേഷൻ ഗ്ലൗസിന്റെ മീഡിയം ലാർജ് ഇനത്തിൽ 9 കോടി 75 ലക്ഷം രൂപയുടെ ഓർഡർ രണ്ടാമത്തെ കമ്പനിക്ക് നൽകുകയായിരുന്നു. 2 ഇനം ഗ്ലൗസുകളും 3 രൂപ 30 പൈസയ്ക്ക് നൽകാമെന്ന് മഹാരാഷ്ട്ര കമ്പനി ക്വാട്ട് ചെയ്തിരുന്നു. എന്നാൽ മീഡിയം ഇനത്തിൽ 3 രൂപ 79 പൈസയും ലാർജ് ഇനത്തിൽ 3 രൂപ 90 പൈസയും ക്വാട്ട് ചെയ്ത കമ്പനിക്ക് കരാർ നൽകി. അതേസമയം ടെൻഡറിൽ 3 രൂപ 90 പൈസ ക്വാട്ട് ചെയ്ത മൂന്നാമത്തെ കമ്പനിയെയും പ്രവൃത്തി പരിചയം കുറഞ്ഞെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് ഒഴിവാക്കിയതെന്നാണ് ആരോപണം. ഈ തുച്ഛമായ ഗ്ലൗസിന് വളരെയധികം വില കൊടുത്തുകൊണ്ട് കമ്പനിയെ ഉണ്ടാകുന്ന ഈ അവസരം ആരുടെ ആവശ്യപ്രകാരമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് സംരക്ഷണ സമിതി. എക്സാമിനേഷൻ ഗ്ലൗസിന്റെ കുറഞ്ഞ നിരക്ക് ക്വാട്ട് ചെയ്ത L1 വരുന്നതാണ് മഹാരാഷ്ട്ര കമ്പനി. നിരക്ക് കൂടുതൽ കാണിച്ച സെന്റ് മേരീസ് റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കേരളത്തിലുള്ള കമ്പനിയാണ്. മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാലാണ് മറ്റ് 2 കമ്പനികളെയും ഒഴിവാക്കിയതെന്നാണ് KMSCC അധികൃതർ പറയുന്നത്. S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ വെച്ച് യുവതി ലൈംഗിക അതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ നേരത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത 5 പേരെ കോഴിക്കോട് തന്നെ നിയമിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കോടതിയിൽ നിയമ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരമൊരു സംഭവമെന്നാണ് ആക്ഷേപം. ICU പീഡനക്കേസിലെ പ്രധാന പ്രതിയായ അറ്റൻഡർ MM ശശീന്ദ്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ഈ സംഭവത്തിൽ താൽക്കാലിക ജീവനക്കാരിയായ ദീപയെ അന്ന് തന്നെ പിരിച്ചുവിട്ടു. ഗ്രേഡ് 1 അറ്റൻഡർമാരായ ആസിയ ഷൈനി ജോസ്, ഗ്രേഡ് 2 അറ്റൻഡർമാരായ ഷൈമ ഷലൂജ, നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രസീത മനോളി എന്നിവരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. സസ്പെൻഷൻ കാലാവധി അവസാനിച്ചെങ്കിലും ചിലർക്ക് പിന്നീട് സ്ഥലംമാറ്റം നൽകി. ഒടുവിൽ ഈ 5 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമിച്ചതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ഇതൊക്കെ കോടതിയിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവരെ തിരിച്ചെടുത്തുകൊണ്ട് ഇവർക്ക് പുതിയ നിയമനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ കൊടുത്തത്. അത് സ്ത്രീകളോടുള്ള അല്ലെങ്കിൽ അതിജീവിതകളോടുള്ള സർക്കാരിൻ്റെ നയം വ്യക്തമാക്കുന്നതാണ്. പീഡനത്തിനിരയായ യുവതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനാണ് 5 പേർക്കെതിരെ നടപടിയെടുത്തിരുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. കോടതിയിൽ കേസ് പുരോഗമിക്കുന്നതിനിടെ ഇവരെ തിരിച്ചെടുത്തതാണ് പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്കൊപ്പം നിൽക്കേണ്ട 5 സ്ത്രീകളാണ് ഈ പണി ചെയ്തു വെച്ചത്. അപ്പോൾ അവർക്കെതിരെ നടപടി എടുക്കണം എന്ന് തന്നെയാണ് കോടതി ഉത്തരവ് വരെ. അവർക്ക് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് എന്താണോ വരുന്നത് അതനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അതനുസരിച്ച് സർക്കാർ സംവിധാനവും ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. നേരത്തെ ഇരയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ നഴ്സിംഗ് ഓഫീസറെ സ്ഥലം മാറ്റിയതും വിവാദമായിരുന്നു. 2023 മാർച്ച് 18-നാണ് തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം അർദ്ധാബോധാവസ്ഥയിലായിരുന്ന യുവതിയെ ICUവിൽ വെച്ച് അറ്റൻഡറായ ശശീന്ദ്രൻ ലൈംഗികമായി ഉപദ്രവിച്ചത്. ICU പീഡനക്കേസിൽ വിചാരണ നടപടികൾ തുടരുന്നതിനിടെയാണ് 5 പേരെ വീണ്ടും മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകിയത്. ഈ വിഷയത്തിൽ ഇടപെട്ട പൊതുപ്രവർത്തകർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകും. അമൃത ന്യൂസ്, കോഴിക്കോട്. ഓക്കെ, ദേശീയ തലത്തിൽ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പൊട്ടാനിരിക്കുന്ന വലിയൊരു ഹൈഡ്രജൻ ബോംബുണ്ടായെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത്. സംഭവം വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ടാണ്. ഇന്നിപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തുവിടും. രാവിലെ 10 മണിക്ക് ഡൽഹിയിൽ പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. പ്രശാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, രാഹുൽ ഗാന്ധിയുടെ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ടുള്ള ഈ വെളിപ്പെടുത്തലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയൊരു ഹൈഡ്രജൻ ബോംബ് പുറത്തുവിടുമെന്ന് അല്ലെങ്കിൽ പൊട്ടിക്കുമെന്നൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലെ വിവരങ്ങളാകും പുറത്തുവിടുക എന്ന് നടക്കും. നമ്മളെല്ലാം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്ത് തെളിവുകളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിടുന്നത് എന്നത് സംബന്ധിച്ച്. സ്വപ്ന, ഗുഡ് മോർണിംഗ്. ഏതായാലും വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കർണാടകത്തിലെ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട രംഗത്ത് വരുന്നത്. പിന്നീട് പല സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. ആ സമയത്തെല്ലാം തന്നെ ഇതൊക്കെ അസംബന്ധമാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും വ്യക്തമാക്കിയത്. പക്ഷേ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടിലേക്ക് എത്താനോ അല്ലെങ്കിൽ മറുപടി പറയാനോ പ്രധാനമന്ത്രി ഉൾപ്പെടെ തയ്യാറായില്ല എന്ന ആക്ഷേപം കോൺഗ്രസ് ഉയർത്തുകയും ചെയ്യുന്നു. അന്ന് തന്നെ പറഞ്ഞത്, അതിനുശേഷം പിന്നീട് രാഹുൽ ഗാന്ധി ബീഹാറിൽ വോട്ടറധികാർ യാത്ര നടത്തുന്നു. ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ബോംബ് തന്റെ കൈവശമുണ്ട്, അത് ഈ വരുന്ന ദിവസങ്ങളിൽ പുറത്തുവിടും എന്നുള്ളതായിരുന്നു. ഇന്നലെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനുള്ള നീക്കം നടന്നിരുന്നു. പക്ഷേ ഇന്നലെ പ്രധാനമന്ത്രിയുടെ പിറന്നാളായിരുന്നു. ആ സമയത്ത് ഇത്തരമൊരു വാർത്ത പുറത്തു വന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷേ അതിന്റെ ആ ഉദ്ദേശിക്കുന്ന ഗുണത്തിലേക്ക് വരില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയതോടുകൂടി തന്നെയാണ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്കാണ് വാർത്താ സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ചാണെങ്കിൽ വാരണാസി മണ്ഡലവുമായി ബന്ധപ്പെട്ട ലോക്സഭാ മണ്ഡലവുമായി പ്രധാനമന്ത്രിയുടെ മണ്ഡലമാണ്. ആ മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ തന്നെയായിരിക്കും പുറത്തുവിടുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും 1 ലക്ഷത്തിലധികം വോട്ടുകൾ വർദ്ധിക്കുന്ന ഒരു മണ്ഡലമായി വാരണാസി നമുക്ക് അതിന്റെ ചിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 17 ലക്ഷം വോട്ടർമാരിൽ നിന്ന് 18 ആകുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് 2024 ആകുമ്പോഴേക്കും അത് 19 ലക്ഷത്തിലേക്ക് മുകളിലേക്ക് എത്തുന്നു. അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിനും 1 ലക്ഷത്തിലധികം വോട്ടർമാരുണ്ട്. ഇത് തന്നെയാണ് കഴിഞ്ഞ കുറെ മണ്ഡലങ്ങളിലായി രാഹുൽ ഗാന്ധി അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2019 ഉണ്ടായിരുന്ന ഭൂരിപക്ഷമല്ല 2024 എത്തുമ്പോൾ പ്രധാനമന്ത്രിക്ക് വാരണാസിയിൽ നിന്ന് ലഭിച്ചത്. ഭൂരിപക്ഷം കുറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അജയ് റായ് ആയിരുന്നു സ്ഥാനാർത്ഥി. അങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉയർത്തിക്കൊണ്ട് തന്നെയായിരിക്കും വലിയ രീതിയിലുള്ള ആരോപണം രാഹുൽ ഗാന്ധിയുടെ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റേതെങ്കിലും മണ്ഡലങ്ങൾ സംബന്ധിച്ചോ രാജ്യവ്യാപകമായ ഏതെങ്കിലും കാര്യങ്ങൾ സംബന്ധിച്ചോ ഉള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഹൈഡ്രജൻ ബോംബ് എന്താണെന്ന് 10 മണിയോടുകൂടി നമുക്ക് അറിയാൻ കഴിയും. സ്വപ്ന.
അതിനെയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ ഇത്തരം തെളിവുകളടക്കം രാഹുൽ ഗാന്ധി പുറത്തുവിടുമ്പോൾ കൂടിയും ഇതിൽ എന്ത് നിലപാട് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. പല കാര്യങ്ങളിലും പല ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും കൃത്യമായ മറുപടി നൽകാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്ത സാഹചര്യവും നമ്മൾ കണ്ടതാണ്. എന്തായാലും 10 മണി വരെ കാത്തിരിക്കാം. നമുക്കറിയാം, എല്ലാ കാലവും ഒരുപക്ഷേ വറുതിയുടെ അങ്ങേ അറ്റം, ആ വറുതിക്കടലിൽ തന്നെ മുങ്ങിക്കിടക്കുന്നവരാണ് നമ്മുടെ എല്ലാം മത്സ്യത്തൊഴിലാളികൾ. പക്ഷേ അവർക്ക് വേണ്ടി അനുവദിക്കുന്ന തുകകൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നടത്തുന്ന കൂട്ടായ്മകൾ, പദ്ധതികൾ, ഇതൊന്നും അവരിലേക്ക് എത്താതെ, അവരുടെ അടിയന്തര ആവശ്യങ്ങളിലേക്ക് എത്താതെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. മറ്റ് ഈ എക്കണോമിക് കോൺക്ലേവ്, ബ്ലൂ എക്കണോമിക് കോൺക്ലേവ് പോലെയുള്ള പദ്ധതികൾ കോടികൾ ചെലവഴിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ത് എന്ന് ഇനിയും സർക്കാർ മനസ്സിലാക്കുന്നില്ല എന്ന ആക്ഷേപം. സർക്കാർ സംഘടിപ്പിക്കുന്ന ബ്ലൂ എക്കണോമിക് കോൺക്ലേവിനെതിരെ വലിയ പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകൾ രംഗത്ത് എത്തിയിരിക്കുകയാണ്. മത്സ്യബന്ധന മേഖല നേരിടുന്ന അടിയന്തര പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ മത്സ്യബന്ധന മേഖലയുടെ പേര് പറഞ്ഞ് കോടികളാണ് സർക്കാർ ചെലവഴിക്കുന്നത്. ഇതാണ് അവർ ഉന്നയിക്കുന്ന ആക്ഷേപം. ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇന്നും നാളെയുമായി കേരള യൂണിയൻ, യൂറോപ്യൻ യൂണിയൻ ബ്ലൂ എക്കണോമിക് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും തുടരെയുണ്ടായ 2 കപ്പൽ അപകടങ്ങൾ മൂലവും മത്സ്യബന്ധന മേഖല നേരിടുന്നത് മുൻപുണ്ടാകാത്ത വിധമുള്ള പ്രതിസന്ധികളാണ്. ലക്ഷങ്ങൾ മുടക്കി കടലിലേക്ക് ഇറങ്ങുന്നവർക്ക് മത്സ്യബന്ധന ഉപകരണങ്ങൾ നഷ്ടമാകുന്നു. എന്നാൽ മത്സ്യത്തൊഴിലാളികൾ ഇതിനൊക്കെ പരിഹാരം ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ ഇപ്പോഴും പഠനങ്ങൾ നടക്കട്ടെ എന്ന നിലപാടിലാണ്. കപ്പൽ കമ്പനികളിൽ നിന്നും നഷ്ടപരിഹാര തുക ഈടാക്കണം എന്ന കോടതിയുടെ നിർദ്ദേശങ്ങളും സർക്കാർ നടപ്പിലാക്കുന്നില്ല. മത്സ്യബന്ധന മേഖലയിലെ സാഹചര്യങ്ങൾ ഈ വിധത്തിൽ മോശാവസ്ഥയിൽ തുടരുമ്പോൾ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ ഇക്കണോമിക് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിലും മത്സ്യത്തൊഴിലാളി സംഘടനകൾക്ക് എതിർപ്പുണ്ട്. തിരുവനന്തപുരം കോവളത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന കോൺക്ലേവ്. വ്യവസായികൾ ഉൾപ്പെടെ 750ഓളം ക്ഷണിക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്ന ബ്ലൂ ഇക്കണോമിക് കോൺക്ലേവിൽ ആവശ്യമായ പ്രാതിനിധ്യം മത്സ്യത്തൊഴിലാളി സംഘടനകൾക്ക് നൽകിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തീരദേശ മേഖല പട്ടിണിയിലാകുമ്പോഴും കോടികൾ ചിലവഴിച്ചുള്ള ഇത്തരം കൊട്ടിഘോഷങ്ങൾ ആർക്കുവേണ്ടിയാണെന്നും അവർ ചോദിക്കുന്നു. യൂറോപ്യൻ കൺട്രീസ്, വിദഗ്ധന്മാർ, നിക്ഷേപകർ, മത്സ്യവ്യവസായികൾ, മത്സ്യത്തൊഴിലാളികൾക്കും അവരുടെ സംഘടനകൾക്കും ഒരു പ്രാതിനിധ്യമില്ല. ഈ കാര്യം വന്നപ്പോൾ തന്നെ ഞാൻ മന്ത്രിയോട് പറഞ്ഞു, ആദ്യമായിട്ട് ഇങ്ങനെ പരിപാടി നടത്തുന്നത് കൊള്ളാം, നടത്തുന്ന അവസരത്തിൽ മത്സ്യത്തൊഴിലാളി സംഘടനകളെ യോഗം വിളിച്ചുകൂടി അവരുടെ അഭിപ്രായം ആരായണമെന്ന് പറഞ്ഞു. അപ്പോൾ മത്സ്യത്തൊഴിലാളികളെ വിറ്റ് കാശ് വാങ്ങാനുള്ള പണിയാണ് ഗവൺമെൻറ് നടക്കുന്നത്. തീരമേഖലയുടെ സമഗ്ര വികസനം, മത്സ്യബന്ധന തുറമുഖങ്ങളെയും മത്സ്യ മാർക്കറ്റുകളെയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തൽ, അനുബന്ധ വ്യവസായങ്ങളും കയറ്റുമതിയും വിപുലമാക്കൽ തുടങ്ങിയവ ലക്ഷ്യമിട്ട് വൻതോതിൽ നിക്ഷേപകരെ ആകർഷിക്കാനുള്ള പദ്ധതികളാണ് കോൺക്ലേവിലൂടെ ഫിഷറീസ് വകുപ്പ് ലക്ഷ്യമിടുന്നത്. അപ്പോഴും കടലിൽ നിന്നും കേടുപാടുകൾ സംഭവിച്ച മത്സ്യബന്ധന ഉപകരണങ്ങളുമായി വേദനയോടെ മത്സ്യത്തൊഴിലാളികൾ മടങ്ങിയെത്തുന്നു. സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. കാസർഗോഡ് മലപ്പച്ചേരിയിൽ കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണി നേരിട്ട് രോഗബാധിതരായ നിർധന കുടുംബം. ഈ മാസം 22-നകം വീട്ടിൽ നിന്ന് താമസമൊഴിയാനാണ് ഏലിയാമ്മ തോമസിന്റെ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഗ്രാമപഞ്ചായത്ത് ധനസഹായത്താൽ നിർമ്മിച്ച വീട്ടിൽ കഴിയുന്ന കുടുംബം ഉദാരമതികളുടെ സഹായം തേടുകയാണ്. ആരും സഹായിക്കാനില്ലാതെ ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. മുന്നോട്ട് പോകണമെന്നുള്ള ഒരു വഴി ഞങ്ങൾക്ക് അറിവില്ല. ഇപ്പോൾ അത്രമാത്രം വിഷമത്തിലാണ് ഞങ്ങൾ. സെപ്റ്റംബർ 20-ന് വീട് പൂട്ടി താക്കോൽ നൽകണം, അല്ലെങ്കിൽ ഈ മാസം 22-ന് പോലീസുമായി വന്ന് താമസം ഒഴിപ്പിക്കും. ഇതാണ് കേരള ബാങ്കിന്റെ നീലേശ്വരം ശാഖ അധികൃതർ ഏലിയാമ്മ തോമസിന്റെ കുടുംബത്തിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. നിലവിൽ താമസിക്കുന്ന വീട് മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിച്ച 4 ലക്ഷം രൂപ ധനസഹായത്തോടെയാണ് ഇവർ നിർമ്മിച്ചത്. 2014-ൽ കുടുംബം വീട് നിർമ്മിക്കാമെന്ന ഉദ്ദേശത്തോടെ 2,40,000 രൂപ വായ്പ എടുത്തിരുന്നു. എന്നാൽ വെള്ളം കിട്ടാത്ത പ്രദേശത്ത് ബോർവെൽ കുഴിച്ചതോടെ അതിനായി പണം ചെലവഴിച്ച് ബാങ്ക് തിരിച്ചടവ് മുടങ്ങാൻ തുടങ്ങി. ഏലിയാമ്മ കാര്യങ്ങൾ വിശദമാക്കി. ബോറടിച്ചു കഴിഞ്ഞ് വെള്ളവും കിട്ടി. നമുക്ക് പൈസയ്ക്ക് ചെന്നപ്പോൾ ഈ മാനേജർ പറഞ്ഞു പൈസ തരാൻ പറ്റുമായിരുന്നു പറഞ്ഞു. അന്നേരം ഇയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു 50,000 രൂപ അഡീഷണൽ ലോണായിട്ട് നിങ്ങൾക്ക് തരാം, അതിനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ജാമ്യത്തിന് കൊടുക്കണം. നമുക്കതിന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളത് കേട്ട് തിരിച്ചു പോകും. ഏകാശ്രയമായ മകനും മകന്റെ കുട്ടിയും അസുഖബാധിതരായതോടെ ദുരിതമിരട്ടിച്ചു. ഏലിയാമ്മ വിഷമത്തോടെ പറഞ്ഞു, ഏത് സമയത്തും കുഞ്ഞിന് രോഗം വരുന്ന അവസ്ഥയാണ്. അപസ്മാര രോഗം പോലെയുള്ള രോഗങ്ങൾ വരും. പിന്നെ അന്നേരം അത് വന്നു കഴിഞ്ഞാൽ
പിന്നെ കുഞ്ഞിനെ കാണാൻ പറ്റുകയില്ല, മരിച്ച അവസ്ഥയിലാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ബാങ്കിലെ പൈസ അടയ്ക്കാൻ പറ്റാതെ വന്നത്. 5,80,000 രൂപ തിരിച്ചടക്കാനാണ് കേരള ബാങ്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഉദാരമതികളുടെ സഹായം തേടുന്ന നിർധന കുടുംബം നീലേശ്വരം ഗ്രാമീൺ ബാങ്ക് ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, കാസർഗോഡ്. കർണാടകയിലെ ധർമ്മസ്ഥല എന്ന് പറയുന്ന ക്ഷേത്ര നഗരി, അവിടെ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ആരോപണങ്ങൾ, അതായത് ഈ നിരവധി പേരെ കൊന്നു കുഴിച്ചിട്ടു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഒരുപക്ഷെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ചതാണ്, നമ്മളെല്ലാം കണ്ടതാണ്. ഇപ്പോൾ കൂടുതൽ അസ്ഥികൂടങ്ങൾ ധർമ്മസ്ഥലയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. വനമേഖലയിൽ നിന്നാണ് അസ്ഥികൂടങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ലഭിച്ച 5 തലയോട്ടുകളുണ്ട്. അവയുടെ പരിശോധനാ ഫലം ഏറ്റവും ഉടൻ തന്നെ അത് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയതായി അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. 100-ലധികം അസ്ഥികളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് SIT പറയുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ദുരൂഹത ഈ പറഞ്ഞതുപോലെ ഒരിക്കലും അവസാനിക്കുന്നില്ല. നമുക്കറിയാം, ഏറ്റവും അവസാനം ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിമാറ്റത്തിൽ അടക്കം വന്ന് നിൽക്കുന്നു. ഒരുപക്ഷെ ധർമ്മസ്ഥലയിൽ നിന്നുള്ള കേസിനെ, ആരോപണങ്ങൾക്ക് ദുർബലപ്പെടുത്തുന്ന തലത്തിലേക്ക് തന്നെ ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിമാറ്റം വന്നതാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ വീണ്ടും SIT കൂടുതൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത് എങ്ങനെയാണ്? സ്വപ്ന, ഇപ്പോൾ 100-ലധികം അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നു. 5ഓളം തലയോട്ടികൾ എന്നുള്ളത് ദേശീയ മാധ്യമങ്ങൾ SITയെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് SIT ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക വിശദീകരണം SITയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ SIT ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ ദേശീയ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളിൽ ഇത് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദുരൂഹതകൾ വിട്ടൊഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ബംഗ്ലഹുഡ വനമേഖലയിൽ നിന്നാണ് ഇത്രയും അസ്ഥികൾ കണ്ടെത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും അസ്ഥികളാണ് കണ്ടെത്തി എന്ന് കഴിഞ്ഞ ദിവസം യൂട്യൂബറായ മനാഫ് പറഞ്ഞിരുന്നു. മനാഫ് ഇന്നലെ വൈകിട്ട് മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞതാണ്. കാരണം SIT ദേശീയ മാധ്യമങ്ങൾ 5 ആളുടെ തലയോട്ടികളാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ 5 അല്ല, അതിൽ കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. 9ഓളം തലയോട്ടികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനാഫ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ആധികാരികത എത്രത്തോളമാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് മനാഫിനെതിരെ നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും ദേശീയ മാധ്യമങ്ങൾ പക്ഷേ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ധർമ്മസ്ഥലയിൽ നിന്ന് അത്ര നല്ല സുഖമുള്ള വാർത്തകളല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അല്ലെങ്കിൽ ഒരു മാസത്തിലധികമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വനമേഖലയോട് ചേർന്ന് കൂടുതൽ അസ്ഥികൾ ഉണ്ട്, കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകൾ SITയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത് ഈ പറഞ്ഞിരിക്കുന്ന ക്ഷേത്ര മുൻ പരിചാരകൻ ചിന്നയ്യ ഇവിടെ മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് കണ്ടു എന്നുള്ള 2 പ്രദേശവാസികൾ കോടതിയെ സമീപിച്ചു ഹർജി നൽകിയിരുന്നു. ഇതേ തുടർന്ന് കോടതിയാണ് SITയോട് ഈ പ്രദേശത്തു കൂടി പരിശോധന നടത്താൻ നിർദ്ദേശം നൽകുന്നത്. അങ്ങനെ കോടതിയുടെ അനുമതിയോടുകൂടി നടത്തിയ പരിശോധനയിലാണ് ഇവിടെ നിന്ന് 5 തലയോട്ടികളും 100-ലധികം അസ്ഥികളും കണ്ടെത്തി എന്നുള്ള ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത്. സ്വപ്ന, വിനീഷാണ് വിവരങ്ങളുമായി ചേർന്നത്. കൂടുതൽ അസ്ഥികൂടങ്ങൾ വനമേഖലയിൽ, ബംഗ്ലഹുഡ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. 5 തലയോട്ടികളടക്കം അതിൻ്റെ പരിശോധനാ ഫലം ഉടൻ പുറത്തു വരാനിരിക്കുന്നു. ഇനി ശബരിമല ദർശനത്തിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭക്തിമാർഗത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നൊരു റിപ്പോർട്ട് ശബരിമലയിൽ നിന്ന് വരുന്നുണ്ട്. ശബരിമല ദർശനം നടത്തിയിരിക്കുകയാണ് രാഹുൽ. പുലർച്ചെ 5-ന് നട തുറന്നപ്പോഴാണ് ദർശനം നടത്തിയത്. ഇന്നലെ രാത്രി 10 മണിയോടെ പമ്പയിലെത്തി അവിടെ നിന്നും കെട്ടുനിറച്ചാണ് മല ചവിട്ടിയത്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയിരുന്നു. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ എത്തിയിരുന്നില്ല. മണ്ഡലത്തിൽ സജീവമാകും എന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന നിലപാട്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ശബരിമല ദർശനമെന്നാണ് മനസ്സിലാക്കേണ്ടത്. 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ അടിസ്ഥാന പലിശ നിരക്ക് വെട്ടിക്കുറച്ച US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് 0.5% കുറച്ചിട്ടുണ്ട്. പുതിയ നിരക്ക് 4-നും 4.25%-നും ഇടയിലാണ്. ഈ വർഷത്തെ ആദ്യ ഇളവാണ് ഇത്. വാഹന വ്യക്തിഗത വിദ്യാഭ്യാസ വായ്പാ പലിശ നിരക്കും ക്രെഡിറ്റ് കാർഡ് പലിശയും കുറയാൻ സഹായിക്കുന്നതാണ് ഫെഡറൽ റിസർവ് തീരുമാനം. കഴിഞ്ഞ മാസങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് കുത്തനെ കൂടിയതാണ് പലിശ നിരക്ക് കുറയ്ക്കാൻ മുഖ്യ കാരണം. പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കണമെന്ന് പ്രസിഡന്റ് ട്രംപ് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തൊഴിൽ മേഖല ഊർജിതപ്പെടുത്താനാണ് തീരുമാനമെന്ന് ഫെഡ് ചെയർമാൻ ജെറോം പവൽ പ്രതികരിച്ചു. 2025-ൽ ഇനി 2 തവണ കൂടി പലിശ നിരക്ക് കുറയ്ക്കുമെന്നും സൂചന നൽകി.
we were looking at 150,000 jobs a month at the time of the last meeting. And now we see the revisions and we see the new numbers. And I don't want to put too much emphasis on payroll job creation, but it's just one of the things that suggests that the labor market is really cooling off. ഫെഡറൽ റിസർവിന്റെ പലിശ നയം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഓഹരി വിപണിയിൽ സമ്മിശ്ര പ്രതികരണമാണ്. ആദ്യം ഡൗ ജോൺസ് 410 പോയിന്റ് കൂടി സർവകാല ഉയരത്തിലെത്തി. എങ്കിലും പിന്നീട് താഴ്ന്നു. പലിശ നിരക്ക് വെട്ടിക്കുറച്ചത് താൽക്കാലിക നടപടി മാത്രമെന്ന പണനയ പ്രഖ്യാപനത്തിന് ശേഷം ജെറോം പവൽ പറഞ്ഞതാണ് തിരിച്ചടിയായത്. പണനയത്തിന് പിന്നാലെ ഡോളറും ബോണ്ടും ഇടിഞ്ഞു. ഡോളർ തളരുന്നത് ഇന്ത്യൻ റുപ്പിക്ക് നേട്ടമാകും. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് ചരിത്രത്തിലാദ്യമായി $3,700 ഭേദിച്ച് കുതിച്ചുയർന്നു. ലാഭമെടുപ്പ് തുടരുകയാണെങ്കിൽ സ്വർണ്ണവില നഷ്ടത്തിൽ തന്നെ നിൽക്കും. ഇത് കേരളത്തിലെ വിലക്കുതിപ്പിനും തടയിടും. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. വിപണി വിലയിരുത്തലാണ്. ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഈ US കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതപ്പോൾ 4-4.25% ഇടയിൽ. ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ വിപണിയിലടക്കം ഏത് രീതിയിൽ പ്രതിഫലിക്കും? പൊതുവെ അന്താരാഷ്ട്ര വിപണിയിൽ നിന്നുള്ള സൂചനകളൊക്കെ എങ്ങനെയാണ്? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചത് ആഗോള വിപണികളിൽ ഒരു ചലനമുണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും US വിപണികളിൽ ഇന്നലെ നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. 25 ബേസിസ് പോയിന്റിൻ്റെ കുറവാണ് പലിശ നിരക്കുകൾ ഉണ്ടാക്കിയത്. ഈ ഒരു വർഷം തന്നെ 2 തവണ കൂടി നിരക്ക് കുറച്ചേക്കുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട്. എന്നാൽ താരിഫ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനിശ്ചിതത്വം വരും ദിവസങ്ങളിൽ അവിടെ പണപ്പെരുപ്പം കൂടിയേക്കാമെന്നുള്ള സൂചനയും നൽകുകയുണ്ടായി. എങ്കിൽ കൂടിയും ഈ ഒരു പലിശ നിരക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുറവ് മൊത്തത്തിൽ വിപണികൾക്ക് ഒരു ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ വിപണിയിലും ഉണ്ടായേക്കും. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളും വിപണിയിൽ പ്രതീക്ഷിക്കാം. ഇന്നലെ തന്നെ മുൻനിര സൂചികയായ നിഫ്റ്റി വളരെ പ്രബലമായ രീതിയിൽ നിലവാരത്തിന് മുകളിൽ, സാങ്കേതിക നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടന്നത് വരും ദിവസങ്ങളിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നൊരു സൂചനയാണ് നൽകുന്നത്. 25,000 എന്ന നിലവാരത്തിന് മുകളിൽ തുടർച്ചയായി വ്യാപാരം നടക്കുന്ന സാഹചര്യത്തിൽ 25,250 എന്നുള്ള പ്രതിരോധ നിലവാരം കൂടി ഭേദിക്കുകയാണെങ്കിൽ 25,500 എന്ന നിലവാരത്തേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. രണ്ടാം തര ചെറുകിട ഓഹരികളിലും സമാനമായ രീതിയിൽ നിക്ഷേപ താല്പര്യം തുടരുന്നുമുണ്ട്. വരും ദിവസങ്ങളിലും വിപണിയിൽ നേട്ടം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ ഒരു അവസരത്തിൽ ഏതെങ്കിലും തരത്തിൽ നിക്ഷേപകർ ലാഭമെടുക്കുന്ന ഒരു പ്രവണതയ്ക്ക് നീങ്ങിയാൽ ഒരു തിരുത്തൽ വിപണി ഉണ്ടാവുകയാണെങ്കിൽ കൂടിയും ആ ഒരു സാധ്യതയും ഒരു നിക്ഷേപ അവസരമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വിപണിയിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വാഴക്കുലയിൽ വിരിയാത്ത വിജയം ഇലയിലൂടെ നേടിയെടുക്കുകയാണ് ആലപ്പുഴ കഞ്ഞിക്കുഴി സ്വദേശി സുനിൽ വിയൻ. ഇടക്കാല കൃഷിയായി നടത്തുന്ന വാഴയില കൃഷി ഓണക്കാലം കഴിഞ്ഞിട്ടും മികച്ച വരുമാനം സമ്മാനിച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് സുനിൽ. വൈവിധ്യങ്ങളായ കൃഷികൾ പരീക്ഷിക്കുന്ന സുനിലിന് വാഴകൃഷിയിലൂടെയുള്ള വിജയവും പുതിയ അനുഭവമല്ല. ആലപ്പുഴ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കൃഷി എന്നത് ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. വ്യത്യസ്തമായ കൃഷിരീതികൾ, വിളകൾ കാർഷിക കേരളത്തിന് പരിചയപ്പെടുത്താറുള്ള കഞ്ഞിക്കുഴിയിലെ കർഷകരുടെ കൃഷി വിജയഗാഥയിൽ വാഴയിലേക്കും പങ്കുണ്ട്. വാഴയില കൃഷിയിലൂടെ ഈ ഓണക്കാലത്തെ അടയാളപ്പെടുത്തുകയാണ് കഞ്ഞിക്കുഴിയിലെ സുനിൽ വിയൻ. വലിയ വിളവ് ലഭിക്കില്ലെന്ന് ഉറപ്പുള്ള വിത്തുകളാണ് ഇതിനായി മാറ്റിവെക്കുന്നത്. 1 ഏക്കർ വരുന്ന കൃഷിയിടത്തിൽ നട്ടതാകട്ടെ 300 മൂട് വാഴവിത്തും. ഇതിലൂടെ ഓണക്കാലത്ത് മാത്രം വിറ്റത് 10,000-ന് മുകളിൽ വാഴയിലകൾ. ഒരിലയ്ക്ക് 4 രൂപ നിരക്കിലാണ് വിൽപ്പന. ജില്ലയിൽ വാഴയിലേക്ക് പ്രിയമേറിയതോടെ ആവശ്യക്കാരും ഏറെയാണ്. പിന്നെ ഞങ്ങൾ സാധാരണക്കാർക്ക് ഇതൊരു ചെറിയൊരു വരുമാനം കിട്ടുക എന്നതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പണി ചെയ്യേണ്ട ജോലി കൊടുത്തിട്ട് വരുമാനം കിട്ടുക. പക്ഷേ ഇല വെട്ടിയ കൊല നല്ല രീതിയിൽ കിട്ടത്തുമില്ല. അപ്പോൾ വാഴ വിത്ത് നല്ലതല്ലെങ്കിൽ ഞങ്ങൾ ഇലവെട്ടാനായിട്ട് നിർത്തും. വാഴ വിത്ത് നല്ലതാണെങ്കിൽ അവൻ കൊലയ്ക്ക് പോകും. നട്ട് 1.5 മാസം എത്തുന്നതോടെ ഇലവെട്ടൽ തുടങ്ങും. ഒരില വെട്ടി 5 ദിവസം കഴിയുന്നതോടെ അടുത്ത ഇല വിരിഞ്ഞ് വെട്ടാറാവും. 10 മാസം കഴിയുന്നതോടെ വാഴ കുലയ്ക്കും. അതോടെ ആ വാഴയിലെ ഇലവെട്ട് നിൽക്കും. അപ്പോഴേക്കും ചുവട്ടിൽ നിന്ന് മുളച്ചുയർന്ന പുതിയ തൈകളിൽ നിന്നുള്ള ഇലയെടുക്കാൻ തുടങ്ങിയിരിക്കും. അതോടെ വരുമാനം 3 മടങ്ങാകും. തുടർച്ചയായി ഇല വെട്ടുന്നത് കൊണ്ട് കുല ചെറുതായിരിക്കുമെങ്കിലും ചെറുതല്ലാത്ത വരുമാനം കുലയും നൽകും. 3-4 വർഷം വരെ ഇത് തുടരാം. പക്ഷേ സുനിലിനിഷ്ടം പല കൃഷികൾ മാറി മാറി പരീക്ഷിക്കുന്നതാണ്. അതിനാൽ 2 വർഷം കഴിഞ്ഞാൽ പുതിയ കൃഷിക്കായി നിലമൊരുക്കും. പിന്നെ പുതിയ കൃഷി വിജയകരമാക്കുവാനുള്ള പരിശ്രമമാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ.
ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ലോക തേക്ക് സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായിരിക്കുന്നു. തേക്ക് ഉൽപ്പാദന വിപണന മേഖലകളിലായി 40 രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശാസ്ത്രീയ രീതികളിലൂടെയും പരസ്പര സഹകരണത്തിലൂടെയും തേക്ക് ഉൽപ്പാദനത്തിലെ വെല്ലുവിളികൾ മറികടക്കാമെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. 40 രാജ്യങ്ങളിൽ നിന്നായി 350-ലധികം പ്രതിനിധികളാണ് വേൾഡ് തേക്ക് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. തേക്ക് വ്യാപാര, വിപണന, സംരക്ഷണ മേഖലയിലെ സുസ്ഥിര വികസനം ഉച്ചകോടിയിൽ ചർച്ചയാവും. കാലാവസ്ഥ വ്യതിയാനം, ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കളുടെ ലഭ്യത, അശാസ്ത്രീയമായ വനവൽക്കരണ പദ്ധതികൾ, വന്യജീവികളുടെ ഇടപെടലുകൾ തുടങ്ങിയവയെല്ലാം തേക്കുൽപാദന മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണെന്ന് കേരള പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രൻ പറഞ്ഞു. തേക്കുൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഉപജീവനം തുടങ്ങിയ വിഷയങ്ങളിലുള്ള ചർച്ചകൾ സമ്മേളനത്തിൽ ഉയർന്നു വരണമെന്ന് ജപ്പാനിൽ നിന്നുള്ള ഇന്റർനാഷണൽ ട്രോപ്പിക്കൽ ടിമ്പർ ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിംസാത് കുരു പറഞ്ഞു. So we are looking forward to expanding the markets and the acceptance of plantation teak as a real suitable alternative to using natural teak that comes from the natural forests. And this is because it will reduce the pressure on natural forests. സാമ്പത്തിക അവലോകനം, മൂല്യവർദ്ധനവ്, നിയമാനുസൃത വിതരണ ശൃംഖല തുടങ്ങി തേക്കുൽപാദനവും വ്യാപാരവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ സെക്ഷനുകൾ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. തേക്കുൽപ്പന്നങ്ങളുടെ ശേഖരം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രദർശനമേളയും ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. പരിസ്ഥിതി സൗഹൃദ ദിനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോട്ടയം CMS കോളേജിൽ പ്രകൃതി സൗഹൃദ ആരാധന സംഘടിപ്പിച്ചു. കോളേജ് അങ്കണത്തിൽ നടന്ന പരിപാടി CSI മധ്യകേരള മഹായിടവക ബിഷപ്പ് മലയിൽ സാബു കോശിച്ചേറിയൻ ഉദ്ഘാടനം ചെയ്തു. CSI മധ്യകേരള മഹായിടവകയിലെ പരിസ്ഥിതി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ക്രൈസ്തവ സമൂഹം സൃഷ്ടിയുടെ കാലമായി ആചരിക്കുന്ന പരിസ്ഥിതി സൗഹൃദ ദിനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കോട്ടയം CMS കോളേജിൽ പ്രകൃതി സൗഹൃദ ആരാധന സംഘടിപ്പിച്ചത്. പൊതുഭവനമായ ഭൂമിയുടെ സംരക്ഷണം, പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് പരിപാടി ഒരുക്കിയത്. കോളേജ് അങ്കണത്തിൽ നടന്ന ആരാധനയ്ക്ക് CSI മധ്യകേരള മഹായിടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചേറിയാൻ മൺചിരാത് തെളിയിച്ച് തുടക്കം കുറിച്ചു. ഈശ്വരൻ്റെ വരദാനമാണ് പ്രകൃതിയെന്നും ആ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് എന്ന സന്ദേശം പകരുകയുമാണ് പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ബിഷപ്പ് പറഞ്ഞു. ദൈവമാണ് ഈ പ്രകൃതി നൽകിയത്, പ്രകൃതിയാണ് മനുഷ്യനെയും സൃഷ്ടിച്ചത്. അപ്പോൾ ഒരു ബാലൻസ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ പ്രകൃതി, ഇവിടെയുള്ള ജീവജാലങ്ങൾ, ഇവിടെയുള്ള മൃഗങ്ങൾ എല്ലാറ്റിനെയും സംരക്ഷിച്ച് നിർത്തണം എന്നുള്ളതിൻ്റെ പ്രാധാന്യത അറിയിക്കുകയായിരുന്നു. ബിഷപ്പും വൈദികരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ കോളേജ് പുൽത്തകിടിയിൽ ഇരുന്നാണ് ആരാധനയിൽ പങ്കെടുത്തത്. പ്രകൃതി സൗഹൃദ ഗാനങ്ങൾ, ഭജൻ, പ്രാർത്ഥനകൾ, വേദപുസ്തക വായന എന്നിവയും ആരാധനയുടെ ഭാഗമായി നടന്നു. ആരാധനയ്ക്ക് ശേഷം ബിഷപ്പ് കോളേജ് ക്യാമ്പസിൽ വൃക്ഷത്തൈ നട്ടു. പ്രകൃതിയുടെ സംരക്ഷകനായ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ഓർമ്മദിനമായ ഒക്ടോബർ 4 വരെ നീണ്ടു നിൽക്കുന്നതാണ് ആചരണം. അമൃത ന്യൂസ്, കോട്ടയം. വൈദ്യുതി വിതരണം ചെയ്യുന്ന സംസ്ഥാനത്തെ ഏക തദ്ദേശ സ്ഥാപനമെന്ന പേര് തൃശൂർ കോർപ്പറേഷന് നഷ്ടമാകുമെന്ന ആശങ്ക. കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം തസ്തികകൾ പകുതിയോളം വെട്ടിക്കുറച്ചതിനെതിരെ സമരത്തിനിറങ്ങുകയാണ് ജീവനക്കാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചാൽ ഇരുട്ടിലാകാൻ പോകുന്നത് തൃശൂരിലെ ജനങ്ങളാണ്. ആകെയുള്ള 229 തസ്തികകൾ 103 ആക്കിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവ്. ഫീൽഡ് ജീവനക്കാരെയാണ് ഏറ്റവും അധികം കുറച്ചതെന്നത് പ്രശ്നം രൂക്ഷമാക്കുന്നു. ലൈൻമാൻമാരുടെ മൊത്തം എണ്ണം 51-ൽ നിന്ന് 5-ആയി ചുരുങ്ങി. വർക്കർമാരുടെ എണ്ണം 50-ൽ നിന്ന് 18-ആയും കുറച്ചു. ഡ്രൈവർമാരുടെ എണ്ണം 5-ൽ നിന്ന് 1-ആക്കി. 6 വാഹനങ്ങൾ വൈദ്യുതി വിഭാഗത്തിന് ഉള്ളപ്പോഴാണിത്. ഇത്രയും ജീവനക്കാരെ വെച്ച് മാത്രം സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിനാൽ വൈദ്യുതി വിഭാഗം KSEBക്ക് വിട്ടുനൽകേണ്ട സ്ഥിതിയാണ്. കോർപ്പറേഷൻ കൗൺസിലിലും ജീവനക്കാരോടും ചർച്ച നടത്താതെയാണ് ഇത്തരത്തിൽ ഉത്തരവിറക്കിയത്. ഇതു സംബന്ധിച്ച് കോർപ്പറേഷനുമായി ചർച്ച നടത്താനും ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം തുടരാനുമാണ് ജീവനക്കാരുടെ തീരുമാനം. സംഘടനാ പ്രതിനിധികളുമായിട്ടോ അതുപോലെ തന്നെ കൗൺസിലുമായിട്ടോ ഒന്നും ചർച്ച ചെയ്യാതെ ഇവിടെ ആകെ ഉണ്ടായിരുന്ന 229 തസ്തികകൾ കേവലം 103 ആക്കി ചുരുക്കി ഒരു ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത്. അത് സ്ഥാപനത്തിന് ശമ്പള പരിഷ്കരണം കിട്ടിയില്ല എന്ന് മാത്രമല്ല, സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഈ വകുപ്പുകളുമായിട്ട് യാതൊന്നും ബന്ധമില്ലാത്ത ആ വകുപ്പിലേക്ക് കൂട്ടിച്ചേർത്ത് ആ സംസ്ഥാന സർക്കാരിൻ്റെ പേ സ്കെയിലാക്കി മാറ്റുക എന്നുള്ളതാണ് ഗൂഢമായ ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നമ്മൾ ജീവനക്കാരെല്ലാവരും അനിശ്ചിതകാല സമരത്തിലേക്ക്
ഞങ്ങളെ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ വാസ്തവം. ജീവനക്കാർ സമരം ആരംഭിച്ചാൽ ഇരുട്ടിലാകാൻ പോകുന്നത് തൃശൂരിലെ ജനങ്ങളാണ്. വൈദ്യുത തകരാറുകൾ സംഭവിച്ചാൽ പരിഹരിക്കാൻ ആളില്ലാതാകും. സ്വാഭാവികമായും ജനവികാരം എതിരാകുന്ന ഈ സാഹചര്യത്തിൽ കോർപ്പറേഷന് കീഴിലുള്ള വൈദ്യുത വിഭാഗത്തെ സർക്കാരിലേക്ക് വിട്ടുനൽകാനാണ് നീക്കമെന്നും ആരോപണമുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. ജീവിതത്തിൽ വിജയിക്കാൻ കഴിവ് മാത്രം മതിയോ? ആ കഴിവിനെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അത് കണ്ടെത്തി കൃത്യമായി ചൂണ്ടിക്കാട്ടുകയാണ് അമൃത ന്യൂസിൻ്റെ ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെൻറ്റിലൂടെ. പ്രശസ്ത ക്രിക്കറ്റ് കമൻറ്റേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മൃദംഗ വിദ്വാനുമൊക്കെയായ ശ്രീദത്ത് എസ് പിള്ളയാണ് ഗെയിം ചേഞ്ചറിൻ്റെ അവതാരകൻ. ശ്രീദത്ത് പിള്ള എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വിനോദ് ഗണപത് കാംബ്ലി. ഒരുപക്ഷെ ഈ ഒരു ജനറേഷൻ, യങ് ജനറേഷൻ അറിയാൻ മേലായിരിക്കും. വിനോദ് കാംബ്ലിയെ ക്രിക്കറ്റ് പ്രേമികൾ, എസ്പെഷ്യലി എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ക്രിക്കറ്റ് പ്രേമികൾ വളരെയധികം അറിയുന്ന ഒരാളാണ്. വാട്ട് എ സൂപ്പർബ് ടാലൻറ്റ് ഹി വാസ്. സച്ചിൻ ടെണ്ടുൽക്കറിനേക്കാളും കൂടുതൽ ടാലൻറ്റഡ് ആണെന്ന് എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കളിക്കാരൻ. ഒരുപക്ഷെ സക്സസ് ടെണ്ടുൽക്കറിനേക്കാൾ കൂടുതൽ ആദ്യകാലങ്ങളിൽ എൻജോയ് ചെയ്തൊരു കളിക്കാരനാണ്. ബട്ട് വാട്ട് ഹാപ്പൻ ടു ഹിം? അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നൊരു വിഷയം. അതായത് എന്താണ് സച്ചിൻ ടെണ്ടുൽക്കറും വിനോദ് കാംബ്ലിയും തമ്മിലുള്ള വ്യത്യാസം? ഈ ടാലൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കഴിവ്, ടാലൻറ്റ്. ഐ തിങ്ക് ours is a country which gets dazzled by talent. കഴിവുള്ളവർക്ക് ഈസ് ടാലൻറ്റഡ്, ഷീ ഈസ് ടാലൻറ്റഡ്, വാട്ട് എ ടാലൻറ്റ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒരു സക്സസ്സിന് അല്ലെങ്കിൽ ഒരു വിജയത്തിന് ഏറ്റവും വലിയ മാനദണ്ഡം പലരും വിചാരിക്കുന്ന ടാലൻ്റ് ആണെന്നാണ്, കഴിവാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ കാംബ്ലി ടെണ്ടുൽക്കറിനേക്കാളിലും വളരെയധികം സക്സസ്ഫുൾ ആകേണ്ടതായിരുന്നു. എന്തുകൊണ്ടായില്ല? ദ തിങ് ഈസ്, ടാലൻറ്റ് ഈസ് ജസ്റ്റ് എ യൂസ്ലെസ് വെർച്യൂ ബിയോണ്ട് എ പോയിൻറ്റ്. അതായത് ഒരു പരിധി കഴിഞ്ഞാൽ ടാലൻ്റ് എന്നുള്ളത് കൊണ്ട് വലിയ പ്രയോജനമില്ല. ടാലൻറ്റ്, കഴിവ് ആവശ്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതായത് റോജർ ഫെഡറർ പറഞ്ഞു, ഐ വുഡ് സേ ഗിഫ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ഗ്രിറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഒരു ആസ്പെക്റ്റിൽ ചില ആൾക്കാർ പറയും, എനിക്ക് ടാലൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അധികം വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരാളും ഒരു സൂപ്പർ സക്സസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് സക്സസ്ഫുള്ളായ ചരിത്രം ഉണ്ടായിട്ടില്ല. അതേസമയം നിങ്ങൾക്ക് അധികം ടാലൻ്റ് ഉണ്ടാവണം എന്നില്ല. പക്ഷേ ഇഫ് യു ആർ പ്രിപ്പയർഡ് ടു വർക്ക് ഹാർഡ്, ഇഫ് യു ആർ പ്രിപ്പയർഡ് ടു വർക്ക് സ്മാർട്ട്, ഇഫ് യു ആർ പ്രിപ്പയർഡ് ടു ബി ഡിസിപ്ലിൻഡ്, നമ്മൾ ആ ഒരു ഡിസിപ്ലിനോടുകൂടി അല്ലെങ്കിൽ അച്ചടക്കത്തോടു കൂടി ഓവർ എ പീരീഡ് ഓഫ് ടൈം വർക്ക് ചെയ്യാൻ തയ്യാറായാൽ, ഈ രണ്ട് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വിനോദ് കാംബ്ലി ഫോർ എക്സാമ്പിൾ, അദ്ദേഹത്തിന് ഒരു 100 ആദ്യത്തെ ഡെബ്യൂ ഇയറിൽ തന്നെ കിട്ടി. 2 100 ടെസ്റ്റ് മാച്ച് ക്രിക്കറ്റിൽ ഇൻസൈഡ് 3 വീക്സ്, വൺ അഗെയിൻസ്റ്റ് ഇംഗ്ലണ്ട്, മറ്റേ സിംബാബ്വേക്കെതിരെ. ടെണ്ടുൽക്കർ ഓൾമോസ്റ്റ് 10 years വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു 100 സ്കോർ ചെയ്യുന്നത്. അതുപോലെ വൺ ഡേ ഇൻ്റർനാഷണൽ 100 സ്കോർ ചെയ്യാൻ വേണ്ടി, വൺ ഡേ ഇൻ്റർനാഷണൽസിൽ ഒരു സെഞ്ചുറി സ്കോർ ചെയ്യാൻ ടെണ്ടുൽക്കറിന് 5 വർഷം എടുത്ത്. 94 ശ്രീലങ്കയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് സ്കോർ ചെയ്യുന്നത്. എന്നാൽ കാംബ്ലിക്ക് അത് വെരി ഫസ്റ്റ് ഇയർ ഹി സ്കോർഡ് ഇൻ്റർനാഷണൽ 100. പക്ഷേ അതൊന്നും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, അതൊന്നും നിലനിർത്താൻ പറ്റിയില്ല. സോ ഇറ്റ്സ് നോട്ട് യുവർ ടാലൻറ്റ് ദാറ്റ് മാറ്റേഴ്സ്. ചില ആൾക്കാർ പറയും എനിക്ക് ടാലൻ്റ് ഉണ്ടാകുകൊണ്ട് അതെല്ലാം ആയി. ഇല്ല. ചില ആൾക്കാർ പറയും എനിക്ക് കഴിവ് കുറവാണ്. സാരമില്ല, നിങ്ങൾക്കൊരു ആവറേജ് കഴിവ് ഉള്ളെങ്കിലും വിത്ത് ഹാർഡ് വർക്ക്, വിത്ത് ഡിലിജൻറ്റ് ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക്, കൺസിസ്റ്റൻറ്റ് വർക്ക്, ഡിസിപ്ലിൻ, നമുക്ക് ആ ഒരു ലെവലിലെത്താൻ പറ്റും. സോ ഇറ്റ് ഈസ് നോട്ട് യുവർ ടാലൻറ്റ് ദാറ്റ് മാറ്റേഴ്സ്, ബട്ട് വാട്ട് യു ഡിസൈഡ് ടു ഡു വിത്ത് യുവർ ടാലൻറ്റ്. നമ്മുടെ കഴിവല്ല, ആ കഴിവ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ദാറ്റ് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്. സോ ലെറ്റ്സ് ഹാവ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. See you tomorrow. എഞ്ചിനീയം 2025 ആഘോഷിച്ച കോയമ്പത്തൂർ അമൃത വിശ്വവിദ്യാപീഠം സർ എം വിശ്വേശ്വരയ്യരുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിന്റെ ആഭിമുഖ്യത്തിൽ കോയമ്പത്തൂരിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, അസോസിയേഷൻ ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് എഞ്ചിനീയറിംഗ് ഡേ എഞ്ചിനീയം 2025 ആഘോഷിച്ചത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ പ്രൊഫസർ ഡോക്ടർ കെ രമേശ് കുമാർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. സമൂഹത്തിൽ പരിവർത്തനം കൊണ്ടുവരുന്നതിൽ എഞ്ചിനീയർമാരുടെ പങ്ക് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമൃത വിശ്വവിദ്യാപീഠം രജിസ്ട്രാർ ഡോക്ടർ പി അജിത് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ എഞ്ചിനീയർമാരുടെ പങ്ക് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. DMRL മുൻ ശാസ്ത്രജ്ഞൻ
പ്രൊഫസർ ഡോക്ടർ വെങ്കിട്ടരാമൻ മുഖ്യാതിഥിയായ CVRD പ്രോജക്ട് ഡയറക്ടറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ V. ബാലമുരുകനെ സ്വാഗതം ചെയ്തു. രാഷ്ട്രനിർമ്മാണത്തിന് വിദ്യാർത്ഥികളുടെ പങ്ക് അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ച ഡോക്ടർ വെങ്കിട്ടരാമൻ പ്രതിരോധ മേഖല അനുദിനം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക പുരോഗതി നിലനിർത്താനും രാഷ്ട്രനിർമ്മാണത്തിന് വിദ്യാർത്ഥികളുടെ പങ്ക് അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ച ഡോക്ടർ വെങ്കിട്ടരാമൻ പ്രതിരോധ മേഖല അനുദിനം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക പുരോഗതി നിലനിർത്താനും വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു. രാഷ്ട്രനിർമ്മാണത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് വിവിധ ശാസ്ത്ര സാങ്കേതിക പരിപാടികളും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ACME, SAE, ഇൻകോസ്, റോബോട്ടിക് ക്ലബ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റൽ ഫോറങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും പരിപാടികളുടെ ഭാഗമായി പങ്കുവച്ചു. ഫാക്കൽറ്റി കോർഡിനേറ്റർമാർ ഡോക്ടർ സുരേഷ് A, ഡോക്ടർ A. അരുൺ, ACME ഭാരവാഹികളും ചടങ്ങിന് ഏകോപന മേൽനോട്ടം നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 20-ന് പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിലും ഹൈന്ദവ സംഘടനകൾ 22-ന് പന്തളത്ത് നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലും പന്തളം കൊട്ടാരം പങ്കെടുക്കില്ല. കൊട്ടാരം കുടുംബാംഗങ്ങളായ 2 പേരുടെ നിര്യാണത്തെ തുടർന്ന് അശുദ്ധി ഉള്ളതിനാലാണ് വിട്ടുനിൽക്കുന്നതെന്നാണ് കൊട്ടാരത്തിന്റെ വിശദീകരണം. പന്തളം കൊട്ടാരത്തിലെ അംഗങ്ങളുടെ നിര്യാണം മൂലമുള്ള അശുദ്ധി ഈ മാസം 27-ന് മാത്രമേ കഴിയുകയുള്ളൂ. അതുവരെ അയ്യപ്പ സംഗമം പോലെയുള്ള ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് പന്തളം കൊട്ടാരം വ്യക്തമാക്കിയത്. ശബരിമലയിൽ ഭക്തർക്ക് ഉപകാരപ്രദമായ വികസനങ്ങൾ വരുന്നതിൽ പന്തളം കൊട്ടാരത്തിനോ വലിയ തമ്പുരാൻ തിരുവോണം നാൾ രാമവർമ്മയ്ക്കോ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും പന്തളം കൊട്ടാരം വാർത്താക്കുറിപ്പിൽ വിമർശിക്കുന്നുമുണ്ട്. 2018-ലെ കേസുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് അധികാരികളുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്ക് വിശ്വസിച്ചാണ് കൊട്ടാരം മുന്നോട്ടു പോയത്. എന്നാൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉടൻ പിൻവലിക്കില്ലെന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചത്. സുപ്രീം കോടതിയിലുള്ള കേസുകളിൽ മുൻപുണ്ടായിരുന്ന നിലപാട് തന്നെ ആവർത്തിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ തീരുമാനവും പ്രതിഷേധാർഹവും വേദനാജനകവുമാണെന്നും പന്തളം കൊട്ടാരം നിർവാഹക സമിതി സെക്രട്ടറി സുരേഷ് വർമ്മ കുറ്റപ്പെടുത്തുന്നു. പന്തളം കൊട്ടാരത്തിന്റെ പ്രധാന ആവശ്യം കേസുകൾ പിൻവലിക്കുക എന്നതും ക്ഷേത്രാചാരങ്ങളിൽ മാറ്റം വരുത്താതെ വിശ്വാസികളെയും അവരുടെ വിശ്വാസങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ദേവസ്വം ബോർഡും സർക്കാരും പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നതുമാണ്. മറിച്ചുള്ള തീരുമാനങ്ങളോട് യാതൊരു കാരണവശാലും യോജിക്കാനും അംഗീകരിക്കാനും കഴിയില്ല എന്നും പന്തളം കൊട്ടാരം വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. കരയുദ്ധത്തിൽ ഗാസ സിറ്റി പിടിച്ചെടുത്ത ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിൽ കനത്ത ബോംബാക്രമണമാണ് നടക്കുന്നത്. നാവിക ബോട്ടുകളും ടാങ്കറുകളും അടക്കം സർവ്വസന്നാഹങ്ങളുമായി ഇസ്രായേൽ സേന നഗരം വളഞ്ഞിരിക്കുന്നു. കുറഞ്ഞത് 17ഓളം കെട്ടിടങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് തകർത്തത്. ബോംബാക്രമണത്തിനോടൊപ്പം സ്ഫോടനാത്മക റോബോട്ടുകൾ ഉപയോഗിച്ചും ഇസ്രായേൽ സൈന്യം ഒരേ സമയം വടക്ക്, തെക്ക്, കിഴക്കൻ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തി. ആക്രമണത്തിന് പിന്നാലെ ഗാസ സിറ്റിയിൽ നിന്ന് 10,000-കണക്കിന് പേരാണ് തെക്കൻ മേഖലയിലേക്ക് പലായനം ചെയ്യുന്നത്. കനത്ത ആക്രമണത്തിൽ 24 മണിക്കൂറിനിടെ 150 പേർ കൊല്ലപ്പെട്ടു. 150-ലധികം ഹമാസ് കേന്ദ്രങ്ങളും ആയുധ നിർമ്മാണശാലയും തകർത്തുവെന്ന് ഇസ്രയേൽ അറിയിച്ചു. അതിനിടെ ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തുകയാണെന്ന് ആരോപിച്ച് ഐക്യരാഷ്ട്ര സഭാ സംഘടന രംഗത്തെത്തിയിട്ടുണ്ട്. 65,000-ത്തിലധികം പേർ ഇതിനോടകം ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന ഇസ്രയേൽ ആക്രമണത്തെ ലിയോ മാർപ്പാപ്പ അപലപിച്ചു. വിവാദങ്ങൾക്കിടെ ആഗോള അയ്യപ്പ സംഗമത്തിനായി പമ്പയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ശീതീകരിച്ച ജർമ്മൻ മോഡൽ പന്തൽ നിർമ്മാണവും പമ്പയും പരിസരവും വൃത്തിയാക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഈ മാസം 20-ന് നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം 3000 പ്രതിനിധികളെ പങ്കെടുപ്പിക്കും. കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, വിദേശ പ്രതിനിധികളടക്കം എത്തുന്നു. ഒരുക്കങ്ങളെല്ലാം എവിടെ എത്തി? തീർച്ചയായും വിദേശ പ്രതിനിധികളടക്കം എത്തുന്ന പരിപാടിയിലേക്ക് ഇപ്പോൾ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. പമ്പ ത്രിവേണിയിൽ ഇതിനായി 3000 പേർക്ക് ഇരിക്കാവുന്ന ജർമ്മൻ പന്തലിന്റെ പണി അവസാന ഘട്ടത്തിലാണ്. ഏതാണ്ട് 38,500 ചതുരശ്ര അടിയിലുള്ള ശീതീകരിച്ച പന്തലാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ളിൽ തന്നെ ഗ്രീൻ റൂം, മീഡിയ റൂം, VIP ലോഞ്ച് തുടങ്ങി എല്ലാം ഈ ഒരു പന്തലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഹിൽ ടോപ്പിലും പ്രതിനിധികൾക്ക് ഭക്ഷണ സൗകര്യം ഉൾപ്പെടെ പന്തൽ ഒരുങ്ങുന്നുണ്ട്. അവിടെ സെമിനാർ ഉൾപ്പെടെ നടക്കും. ഈ ത്രിവേണിയിൽ പണിയുന്ന വലിയ പന്തലിലാണ് മുഖ്യമന്ത്രി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ഇതുകൂടാതെ പമ്പ, മണപ്പുറവും നദിയും എല്ലാം പൂർണ്ണമായും ഇപ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ മാലിന്യങ്ങളെല്ലാം നീക്കി കൂടുതൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ചാലക്കയം പമ്പ റോഡിലെ കുഴികളെല്ലാം അടച്ച് ആ ജോലികളും ഏതാണ്ട് പൂർത്തിയാക്കി. 3000 പ്രതിനിധികളെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക.
ശബരിമലയുടെ ഭാവി വികസന പദ്ധതികളും ശബരിമല മാസ്റ്റർ പ്ലാനും അടക്കമുള്ള വിഷയങ്ങൾ ഈ അയ്യപ്പ സംഗമത്തിൽ ചർച്ചയാകും. ഒരിടവേളയ്ക്ക് ശേഷം ശബരിമല ചർച്ചയാവാൻ കാരണം തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതായിരുന്നു. അത് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനമായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള പമ്പയിലെ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. പന്തൽ നിർമ്മാണം, പരിസരം വൃത്തിയാക്കൽ, പമ്പയും പരിസരം വൃത്തിയാക്കുന്ന അടക്കമുള്ള ജോലികൾ തകൃതിയായി പുരോഗമിക്കുന്നുവെന്നാണ് കണ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി കായിക വാർത്തകൾ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോ ഫൈനലിൽ പ്രതീക്ഷയോടെ ഇന്ത്യയുടെ നീരജ് ചോപ്ര. റിപ്പോർട്ടർ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.